എന്തൊക്കെയാ മോളെ നീ പറഞ്ഞത്? കുമാരൻ കണ്ണുനീരോടെ വേണിയെ നോക്കി. ഞാൻ കണ്ടതാ അച്ഛാ. അമ്മ എപ്പോഴും മഹിയേട്ടന് സപ്പോർട്ട് ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാകാം. അയാൾക്കെന്തിനാ ചേച്ചിയെ? ഈ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് അയാൾ ചേച്ചിയുടെ പുറകെയാണല്ലോ. പെണ്ണാലോചിച്ച് വന്നപ്പോൾ മഹിയേട്ടന് കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വണ്ടിയിടിച്ചതും ഇതേ ആളല്ലേ? മഹിയേട്ടൻ്റെ പേരിൽ ഇല്ലാത്ത കേസുണ്ടോ? അടിയും തല്ലും കുടിയും വലിയും. അയാളെ ഈ നാട്ടിൽ ആർക്കാ പേടിയില്ലാത്തത്? അങ്ങനെയുള്ള ആൾക്ക് സ്വന്തം വീട്ടിലെ പെണ്ണിനെ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? പക്ഷെ നമ്മുടെ അമ്മ. ഛേ! വേണി ദേഷ്യത്തോടെ പല്ല് കടിച്ചു. 3 പേരും ഒരേ സമയം കരയുകയാണ് വിധിയോർത്ത്. ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്നോർത്ത്. വേണി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ട് അവൾ തറഞ്ഞു നിന്നു. അവളുടെ നിൽപ്പ് കണ്ട് ലച്ചുവും മുറ്റത്തേക്ക് നോക്കി. അവളുടെ മുഖത്തും ഞെട്ടലുളവാക്കി ഗിരിയേട്ടൻ. അപ്പോൾ മറന്നിട്ടില്ല. കത്തുന്ന കണ്ണുകളോടെയും ലച്ചുവിനെയും അവൻ നോക്കി. ഗിരിയേട്ടൻ വാ, അകത്ത് കയറ്. അവനെ പെട്ടെന്ന് കണ്ട പതർച്ച മറച്ചുവെച്ച് ലച്ചു അകത്തേക്ക് ക്ഷണിച്ചു. അവൻ ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറി. ഒപ്പം വാതിലിന്റെ സൈഡിലായി മറഞ്ഞു നിൽക്കുന്നവളെയും അവൻ ഒരു നോക്ക് നോക്കി. അവളെയും കത്തുന്ന കണ്ണുകളോടെ നോക്കി അവൻ നേരെ കുമാരന്റെ അടുത്തേക്ക് പോയിരുന്നു. അമ്മാമേ. കുമാരന്റെ കൈ തന്റെ കൈയോടെ കൂട്ടിപ്പിടിച്ചു നിറഞ്ഞ സ്നേഹത്തോടെ അവൻ വിളിച്ചു. മോൻ എപ്പോ എത്തി? മോൻ വന്നത് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഞാൻ വൈകുന്നേരം എത്തിയതേയുള്ളൂ. പിന്നെ അമ്മാമയും ഒന്നും കണ്ടിട്ട് പോകാമെന്ന് വെച്ചു പറയുന്നതിനോടൊപ്പം വാതിലിന്റെ മറവിൽ നിൽക്കുന്നവളെയും ഒന്നവൻ നോക്കി. നാളെ കാലത്തുള്ള വണ്ടിക്ക് തിരിച്ചു പോകണം. ഇത് ഗിരിധർ എന്ന ഗിരി, കുമാരന്റെ പെങ്ങളുടെ മകൻ, വേണിയുടെ ചെക്കൻ. കുമാരന്റെ പെങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തത് സുരേന്ദ്രൻ, രണ്ടാമത്തെ ആളാണ് ഗിരിധർ. ഗിരി കുമാരന്റെ കുടുംബവുമായി നല്ല അടുപ്പത്തിലാണ്. അതിന് പ്രധാന കാരണം വേണി തന്നെ. വേണി ഗിരിക്കുള്ളതാണെന്ന് മുന്നേ 2 കൂട്ടരും തമ്മിൽ തീരുമാനിച്ചതാണ്. അതുപോലെ തന്നെ സുരേന്ദ്രൻ ലച്ചുവിനും. പക്ഷേ സുരേന്ദ്രന് ലച്ചുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ വേറൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു. അതറിഞ്ഞപ്പോൾ ആരും എതിർക്കാൻ നിന്നില്ല. ഇപ്പോൾ സുരേന്ദ്രന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. കുമാരന്റെ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും ഗിരി വരും. മഹിയെ കൊണ്ടുള്ള ലച്ചുവിനുള്ള ശല്യം പോലും ഗിരിക്ക് അറിയാം. അതാ നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. അതിന്റെ പേരിൽ ഗിരിയും മഹിയും ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. കുമാരനെ മഹി മനഃപൂർവ്വം വണ്ടി തട്ടിയാണെന്ന ചൊല്ല് പോലും ആ നാട്ടിൽ പരക്കെയുള്ള രഹസ്യമാണ്. വേണി, മോന് ചായ കൊടുക്ക്. കുമാരൻ പറഞ്ഞതും വേണി ആ വാതിലിന്റെ മറവിൽ നിന്ന് അടുക്കളയിലേക്ക് വേഗം പോയി. അവളുടെ പോക്ക് കണ്ട് ഗിരിയും ലച്ചുവും ചിരിച്ചു. ആരോട് വഴക്കുകൂടാനും തർക്കിക്കാനും അവൾക്ക് കഴിയും. പക്ഷേ ഗിരിയെ കണ്ടാൽ ആളുടെ മിണ്ടാട്ടം മുട്ടും. ഇതേ സമയം അടുക്കളയിലുള്ള പ്രേമയും രേണുകയും ഗിരി വന്നത് കണ്ട് അടുക്കളയിൽ തന്നെ നിൽപ്പാണ്. വേണിയും ലച്ചുവും അവനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവന്റെ വായിലുള്ളതെല്ലാം പ്രേമയും രേണുകയും കേൾക്കും. പ്രേമയ്ക്കും രേണുകയ്ക്കും ആകെ പേടിയുള്ളത് ഗിരിയെ മാത്രമാണ്. അടുക്കളയിലേക്ക് വേണി ചെന്നതും ഒരു മൂലയിലിരിക്കുന്ന 2 പേരെയും കണ്ട് അവൾ കൂർപ്പിച്ചു നോക്കി. ഗിരിയേട്ടൻ വന്നിട്ടുണ്ട്. നേരത്തെ നടന്നതൊക്കെ പറയണോ? ഭീഷണി പോലെ വേണി അവരോട് ചോദിച്ചു. ദേ പെണ്ണെ, മിണ്ടാതങ്ങ് പോയേക്കണം. ദാ ആ പാത്രത്തിൽ ചായ ഉണ്ട്, എടുത്തു കൊണ്ടുപോയി കൊടുക്ക്. പ്രേമ സ്ലാവിന്റെ മുകളിൽ ഒരു പാത്രത്തിലേക്ക് ചൂണ്ടി വേണിയോട് അരുമയോടെ പറഞ്ഞു. ഇപ്പോൾ വേണിയെ ചൊടിപ്പിക്കുന്നത് നന്നല്ല എന്ന് 2 പേർക്കും അറിയാം. വേണി 2 പേരെയും ഒന്ന് നോക്കി ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഗിരിയുടെ അടുത്തേക്ക് വന്നു. ചായ. അവൾ ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൾക്കെന്തോ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണ്, ഗിരിയേട്ടനെ കാണുമ്പോൾ ആള് സ്വയം ഉരുകും. ഗിരി അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കയ്യിലെ ചായ ഗ്ലാസ് വാങ്ങിച്ചു. അവന് കൊടുത്ത പാടെ അവൾ നേരെ ലച്ചുവിന്റെ അടുത്തേക്ക് പോയി നിന്നു. നിന്റെ എക്സാം എപ്പോഴാണ്? ചായ കുടിച്ചു കൊണ്ടിരിക്കെ വേണിയുടെ നേർക്ക് അവൻ നോക്കി. അടുത്ത ആഴ്ച തുടങ്ങും, നേർമയിൽ അവൾ പറഞ്ഞു. നല്ല മാർക്ക് വാങ്ങിക്കണം. നിന്റെ ചേച്ചിക്ക് സാധിക്കാത്തത് നിന്നെക്കൊണ്ട് സാധിക്കണം. ഗിരി പറഞ്ഞുകൊണ്ട് അവനൊന്ന് ലച്ചുവിനെ നോക്കി. മുഖത്തുള്ള പുഞ്ചിരി ഇപ്പോഴില്ല. പഠിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് ലച്ചു. ആഗ്രഹമുണ്ടായിട്ടും അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്തതല്ല, അയച്ചില്ലെന്ന് വേണം പറയാൻ. 2 പേരെയും ഒരുമിച്ച് പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് അമ്മ പറഞ്ഞപ്പോൾ ആ സമയം അച്ഛനെ എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമായിരുന്നു അപ്പോൾ. ലച്ചു വീട്ടിലും രേണുക പഠിക്കാനും പോയി. എന്നിട്ടോ +2-ലെത്തുമ്പോൾ അവൾ പൊട്ടി. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും പഠിപ്പിക്കാത്തതിലുള്ള വിഷമം പിന്നീടാണ് അച്ഛനുണ്ടായത്. അതിപ്പോഴും പറഞ്ഞു കരയും. ലച്ചുവിന്റെ ചിന്തകൾ മാറിപ്പോകുന്നത് ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് വന്നു മാറിപ്പോകുന്ന ഭാവങ്ങളും. അടുത്തത് കോളേജിലേക്കല്ലേ? ലച്ചുവിന്റെ ശ്രദ്ധ വീണ്ടും ഗിരി വേണിയോട് സംസാരിക്കുന്നതിലേക്കെത്തി. SM കോളേജിൽ പോകണം. ആഗ്രഹം മാത്രം പോരാ, അതിന്റെ മാർക്ക് വാങ്ങിക്കണം. അറിയാലോ ചേച്ചിക്ക് എല്ലാം താങ്ങാൻ കഴിയില്ലെന്ന് ഗിരി ഒരു ഉപദേശം പോലെ വേണിയോട് പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം വേണിയുടെ കാര്യം നോക്കിയാൽ മതിയെന്നും കുമാരനും ലച്ചുവും ഗിരിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അറിഞ്ഞു സഹായിച്ചാൽ പോലും അതവർ വാങ്ങിക്കില്ല.
ആരും കാണാതെ വേണിയുടെ കയ്യിൽ എന്തെങ്കിലും നോട്ടുകെട്ട് കൊടുത്താലും അവൾ തിരിച്ചു തരും. ചേച്ചിയും അച്ഛനും എന്താണോ പറയുന്നത് അതാണ് അവൾക്ക് ന്യായം. ഞാൻ ഇറങ്ങട്ടെ അമ്മാമേ, ലോഡ് കയറ്റി കഴിഞ്ഞാൽ രാവിലെ ഞാൻ തിരിക്കും. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മേശയുടെ മുകളിലേക്ക് ഗ്ലാസ് വെച്ചു. പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വെളിയിലേക്ക് ലച്ചുവും വേണിയും അവൻ്റെ പിറകെ നടന്നു. മുറ്റത്തെത്തിയതും അവൻ വേണിയെയും ലച്ചുവിനെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൻ ഇന്ന് നിന്നെ കാണാൻ വന്നിരുന്നു അല്ലേ? ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ഉത്തരമില്ലാതെ നിറഞ്ഞ കണ്ണുകളോടെ തലയും താഴ്ത്തി നിന്നു. നീ പറയണ്ട, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. എല്ലാം ഉള്ളിലൊതുക്കി നടന്നാൽ അവൻ്റെ ശല്യം കൂടുകയേ ഉള്ളൂ. ഗിരി നടക്കാൻ ഒരുങ്ങിയതും ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ട ഗിരിയേട്ടാ, പ്രശ്നത്തിനൊന്നും നിൽക്കേണ്ട. അയാൾ ദുഷ്ടനാ. ഗിരിയേട്ടനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കാരാ? എൻ്റെ ജീവിതം ഇങ്ങനെയങ്ങ് പോട്ടെ. നിറഞ്ഞ മിഴികളാൽ അവൾ ഗിരിയോട് വിതുമ്പി. ചേച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ വേണിയും കരഞ്ഞുപോയി. താൻ കരയാതെ, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന അവൻ്റെ വിചാരം. നീ ഇങ്ങനെ പാവമായി നടക്കുന്നത് കൊണ്ട് അവൻ നിന്റെ തലയിൽ കയറി ചവിട്ടുന്നത്. നിനക്ക് അവനോട് എതിർത്തു പറഞ്ഞുകൂടെ? എത്ര വട്ടം പറഞ്ഞു ചേച്ചി അയാളോട്? അയാൾക്ക് ചേച്ചിയെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ. നിറഞ്ഞ മിഴികൾ തുടച്ച് അവൾ ഗിരിയെ നോക്കി. സൂക്ഷിക്കണം. അവൻ 2-3 ദിവസം ഇവിടെ ഉണ്ടാകും. ചരക്കിറക്കാൻ വന്നതാ. ഞാനിപ്പോൾ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. നീ കരയാതെ, ലച്ചുവിനെ ആശ്വസിപ്പിക്കാൻ എന്നോളം അവൻ പറഞ്ഞു. ലച്ചു കണ്ണുകൾ അമർത്തി തുടച്ച് അവനോടൊന്ന് പുഞ്ചിരിച്ച് അകത്തേക്ക് കയറി. ലച്ചു പോകുന്നത് നോക്കി ഗിരിയും വേണിയും മുറ്റത്ത് തന്നെ നിന്നു. പാവം, ഇന്ന് ഒരുപാട് പേടിച്ചു. അയാൾക്ക് എന്തിനാ ഗിരിയേട്ടാ ചേച്ചിയെ? വേറെ എത്ര പെൺകുട്ടികളുണ്ട്? ലച്ചു അകത്തേക്ക് കയറിയതും വേണി ഗിരിയോട് ചോദിച്ചു. അറിയില്ല. ഞാനും അവനോട് വഴക്ക് കൂടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഗൂഢതയോടെ പുഞ്ചിരിച്ചു അവൻ ആ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറും. ചേച്ചി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അയാളുടെ ശല്യം ഇല്ലാതായി പോയേനെ. രേണി ചേച്ചിയുടെ കല്യാണം കഴിയാതെ ലച്ചു ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിടില്ല എന്ന് അമ്മ പറയുന്നത്. രേണി ചേച്ചിക്ക് ഇന്നും ആലോചന വന്നിരുന്നു. അതും മുടങ്ങി. എങ്ങനെ മുടങ്ങാതിരിക്കും? ഉള്ള പുട്ടി മൊത്തമല്ലേ മുഖത്ത് കയറ്റി വച്ചിരിക്കുന്നത്. കറുത്താലും അവൾ എന്ത് ഐശ്വര്യമുണ്ടായിരുന്നതാ. ഇപ്പൊ കണ്ടില്ലേ കോലം? അതും ഇതും തേച്ച് മുഖം വൃത്തികേടാക്കി. രേണുവിനെ ഓർക്കുമ്പോൾ അവന് ദേഷ്യം തോന്നി. ഗിരിയേട്ടൻ പൊയ്ക്കോളൂ, നേരം ഒത്തിരി ആയില്ലേ? നിനക്കൊന്നും എന്നോട് ചോദിക്കാനില്ലേ? ലച്ചുവിൻ്റെ കാര്യം അവിടെ മറന്നു അവൻ പ്രണയത്തോടെ അവളെ നോക്കി. അവൾ തോൾ കുലുക്കി ഇല്ലെന്ന് പറഞ്ഞു. ഒപ്പം നാണത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ ശരി, ഞാൻ പോട്ടെ. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ റോഡിലേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി അവൾ അവിടെ തന്നെ നിന്നു. അവൻ്റെ ഓരോ ചലനങ്ങളിലും അവളുടെ പ്രണയം പൂത്തുലഞ്ഞു. അവൻ ദൂരേക്ക് മറയുന്നതും കണ്ട് അകത്തേക്ക് പോകാൻ നിന്നതും അതേസമയം ദൂരെ നിന്നും ചെകുത്താൻ എന്ന ബോർഡ് എഴുതിയ ലോറി വരുന്നതും അവൾ കണ്ടതും ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു. എന്താ വേണി, വാതിൽ നീ തല്ലിപ്പൊളിക്കുമോ? കുമാരനുള്ള മരുന്ന് കൊടുക്കുന്നതിനിടെ വേണി വാതിൽ കൊട്ടിയടച്ചത് കണ്ട് ലച്ചു ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, ഞാൻ അറിയാതെ. അവൾ ലച്ചുവിനോട് പറയാൻ പരിങ്ങി. അയാളുടെ കാര്യം പറയുമ്പോഴേ ചേച്ചിക്ക് വേദന തോന്നും. അവൾ വാതിൽ കൊളുത്തി കുമാരൻ്റെ അടുത്തേക്ക് വന്നതും പുറത്ത് ലോറിയുടെ ഹോൺ മുഴങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം ലച്ചുവിൻ്റെ കയ്യിലുള്ള മരുന്ന് താഴേക്ക് വീണു. അവൾക്ക് വിറയൽ വന്നു. മോളെ, അവൻ്റെ വണ്ടിയുടെ ശബ്ദമല്ലേ അത്? കുമാരൻ പേടിയോടെ ലച്ചുവിനെയും വേണിയെയും നോക്കി. പരിഭ്രമിച്ചു നിൽക്കുന്ന 2 പേരെയുമാണ് ആ അച്ഛൻ കാണുന്നത്. ഒപ്പം വീടിൻ്റെ മുന്നിൽ നിന്ന് ലോറിയുടെ ഹോൺ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അച്ഛാ, അയാൾ എന്നെ ജീവിക്കാൻ വിടൂലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കുമാരൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ അച്ഛന് മകളെ തഴുകാനേ കഴിഞ്ഞുള്ളൂ. വാതിൽ തുറന്ന് 2 പറയണമെന്ന് വേദനയ്ക്ക് തോന്നി. പക്ഷേ മുഴുവൻ സമയവും ലഹരിയിലായിരിക്കുന്ന അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ അവൾക്ക് ഭയം തോന്നി. അവൻ്റെ ലോറിയുടെ ഒച്ചപ്പാടല്ലേ കേൾക്കുന്നത്? അടുക്കളയിൽ നിന്ന് ദേഷ്യത്തോടെ പ്രേമ വന്നു. പുറകെ തന്നെ രേണുകയും. ഇവൾക്ക് അവൻ്റെ കൂടെ പൊയ്ക്കൂടെ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? പ്രേമ ഓരോന്നും മുറുമുറുത്തു. ഒന്ന് നിർത്തുന്നുണ്ടോ പ്രേമേ? എൻ്റെ കുട്ടിയെ ഇനിയും സങ്കടപ്പെടുത്തല്ലേ. അവൻ എൻ്റെ മോളെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ ഞാൻ അങ്ങ് കൊല്ലുന്നതാ. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കരയുന്ന മകളെ പൊതിഞ്ഞുകൊണ്ട് കുമാരൻ പ്രേമയോട് ഒച്ചവെച്ചു. അല്പസമയം കഴിഞ്ഞതും വീടിൻ്റെ മുന്നിൽ നിന്ന് ലോറി പോകുന്ന ശബ്ദം എല്ലാവരും കേട്ടു. എല്ലാവർക്കും ആശ്വാസമായി. ഒരിക്കൽ ഇതുപോലെ വീടിൻ്റെ മുന്നിൽ വന്ന് ബഹളമുണ്ടാക്കി പോയവനാ. അന്ന് നാട്ടുകാരൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഇന്നെന്നാൽ അമ്മയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഈ വീട്ടിൽ എന്ത് നടന്നാലും ഒരാളും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ധൈര്യവുമായി. എന്തിനാ ചേച്ചിയുടെ പുറകെ അയാൾ ഇങ്ങനെ നടക്കുന്നത്? ചേച്ചിയേക്കാൾ നല്ല എത്ര പെൺകുട്ടികളെ അയാൾക്ക് കിട്ടും? എന്നിട്ടും വേണിയുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു. ചേച്ചി സുരക്ഷിതമായ ഏതെങ്കിലും ഒരു കൈകളിൽ എത്തിയാൽ ചേച്ചിക്ക് സമാധാനം ഉണ്ടാകും. കരയുന്ന ചേച്ചിയെ നോക്കി അവൾ ഓരോന്ന് ആലോചിച്ചു. നീ എന്താടാ ഇത്രയും വൈകിയേ? മഹി ലോറി വീടിൻ്റെ സൈഡിലാക്കി ഒതുക്കി വെച്ചു നേരെ കിണറ്റിൻകരയിലേക്ക് നടന്നു. അവൻ വന്നതറിഞ്ഞ് ഒരു കൈലിയും തോർത്തുമെടുത്ത് മുറ്റത്തേക്ക് വന്നതാണ് മഹിയുടെ അമ്മ മാധവി. വീട്ടിൽ വരുന്ന സമയമെല്ലാം അവനുള്ള ശീലമാണിത്. നേരെ കിണറ്റിൻകരയിൽ പോയി കുളിച്ചു കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറും.
അമ്മ കിടന്നില്ലേ? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനിടയിൽ അവൻ മാധവിയെ നോക്കി. എൻ്റെ മോൻ നാട്ടിലെത്തിയിട്ട് ഒരു നോക്കെങ്കിലും അമ്മയ്ക്ക് കാണേണ്ടേ? ഗൗരവത്തോടെയാണ് മഹിയെ നോക്കുന്നത്. എന്താ എൻ്റെ മാധവിക്കുട്ടി കലിപ്പിലാണോ? അമ്മയുടെ സംസാരവും ഗൗരവത്തോടെയുള്ള മുഖവും കണ്ട് അവൻ സംശയം തോന്നി ചോദിച്ചു. നീ ഇന്നും ആ പെങ്കൊച്ചിനെ കാണാൻ പോയല്ലേ? പിന്നെ പോകാതെ. എൻ്റെ പെണ്ണിനെ കാണാൻ ഞാനല്ലാതെ പിന്നെ ആരാ പോകേണ്ടത്? കുറുമ്പോടെ അവൻ പറഞ്ഞു കുളിക്കാൻ തുടങ്ങി. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥത്തിൽ അവന് കുളിച്ചിട്ട് വരുന്നത് വരെ അമ്മ അവിടെ തന്നെ നിന്നു. കുളിച്ചു കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് തോർത്തും വാങ്ങി മാറ്റിയ ഡ്രസ്സ് ഒന്ന് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അയയിൽ വിരിച്ചിട്ട് അമ്മയെയും കൂട്ടി അകത്തേക്ക് നടന്നു. ആരാ അമ്മയോട് ഞാൻ ലച്ചുമ്മയെ കാണാൻ പോയത് വന്നു പറഞ്ഞത്? അകത്തേക്ക് കയറുന്നതിനിടെ അവൻ ഗൗരവത്തിൽ അമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ ഇപ്പോൾ അത് അറിഞ്ഞിട്ട്? അവനെയും തല്ലാനാ? അമ്മ മുഖം കൂട്ടി പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അമ്മയെ നോക്കി ചെറു പുഞ്ചിരി ചുണ്ടിൽ വിരിച്ച് അവൻ അവൻ്റെ റൂമിലേക്ക് കയറി. അലമാരയിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടു. ഒപ്പം മുടി ഒന്ന് ചീകി. വീണ്ടും ഹോളിലേക്ക് വന്നു. അപ്പോഴേക്കും അവന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ മേശയുടെ മുകളിലേക്ക് അമ്മ എടുത്തു വയ്ക്കുന്നുണ്ട്. വാ, ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി. ഉണ്ടാക്കിയത് കേടാകുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്ക്. അവന് കഴിക്കാനുള്ള പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അവൻ TV സ്വിച്ച് ഓൺ ചെയ്ത് നേരെ മേശയുടെ അരികിലേക്ക് ഒരു കസേര നീക്കി വെച്ച് ഭക്ഷണമെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഒപ്പം TV-യിൽ ഓരോ ചാനലും മാറ്റുന്നുമുണ്ട്. മോനെ, മാധവിയമ്മ ഒരു താളത്തിൽ വിളിച്ചു. അവൻ TV-യിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ അമ്മയുടെ വിളിയിലൊന്നും മൂളി. നീ എന്തിനാടാ ആ കുട്ടിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾക്ക് ഇഷ്ടമല്ലാന്ന് വച്ചാ? പരിങ്ങലോടെ മാധവി തന്നെ നോക്കി കണ്ണുരുട്ടുന്ന മഹിയെ നോക്കി. അമ്മ പറയുന്നത് എന്തെന്നാൽ കാര്യം മുഴുമിപ്പിക്കാൻ വീണ്ടും മാധവിയമ്മ പറയാൻ തുടങ്ങിയതും മഹി അത് തടഞ്ഞു. നിർത്തിയേ, അവൻ കൈയോട് പൊക്കി കാണിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ വിട്ടുകളയേണ്ട കാര്യം മാത്രം എന്നോട് പറയേണ്ടെന്ന്. മഹി ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടേ അടങ്ങൂ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഗൗരവത്തിൽ തന്നെ അവൻ അമ്മയോട് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൻ്റെ ദേഷ്യം മുഴുവൻ കയ്യിലുള്ള റിമോട്ടിനോടും ഭക്ഷണത്തിനോടും കാണിച്ചു. ആ അമ്മയ്ക്ക് അറിയാം മകൻ്റെ സ്വഭാവം എന്താണെന്ന്. ദേഷ്യം വന്നാൽ അവൻ ശരിക്കും കാട്ടുപോത്താണ്. ആരാ എന്താ ഒന്നും നോക്കില്ല. അവന് ഇഷ്ടമില്ലാത്തത് പറയാൻ പോകുന്നത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവൻ അവൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കും. കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഭക്ഷണം കഴിച്ച് അവൻ എഴുന്നേറ്റതും കഴിച്ച പാത്രമെല്ലാം എടുത്ത് മാധവി അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു. ഒപ്പം വീണ്ടും TV-യിൽ ഏച്ചിരിക്കുന്ന മഹിയെ നോക്കി റൂമിൽ കയറി വാതിലടച്ചു. ഇതേ സമയം അമ്മ പോകുന്നതെല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ എനിക്കുള്ളതാ, ഈ മഹിയുടെ പെണ്ണ്. പ്ലേ ചെയ്യുന്ന TV-ക്ക് മുന്നിൽ അവൻ കണ്ണുകൾ അടച്ച് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലോർത്തു. ആദ്യമായി അവളെ കണ്ടതും അവളെ ചോദിച്ചു വീട്ടിലേക്ക് പോയതും അബദ്ധത്തിലാണെങ്കിൽ പോലും അവളുടെ അച്ഛന് തൻ്റെ വണ്ടി ഇടിച്ചതും പിന്നീട് തന്നെ കാണുമ്പോൾ പേടിച്ച് മാറി നടക്കുന്നതും ഓരോന്നും അവൻ്റെ മനസ്സിലേക്ക് ചലച്ചിത്രം പോലെ മാറി വന്നു. സ്വന്തമാക്കും പെണ്ണെ നിന്നെ, അത്രയ്ക്ക് മോഹിച്ചു പോയി ഞാൻ. ഞാനുമുണ്ട് ചേച്ചി. കയ്യിൽ 2 ബുക്കുമായി വേണി മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുന്ന ലച്ചുവിൻ്റെ പിറകിലായി ഓടി. ലൈബ്രറിയിലേക്കാണോ? കയ്യിലെ പുസ്തകം കണ്ട് ലച്ചു നടക്കുന്നതിനിടെ ചോദിച്ചു. എക്സാം അടുത്തിരിക്കുകയല്ലേ. ലൈബ്രറിയിൽ പോയാൽ നന്ദേട്ടൻ പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തരും. ആവേശത്തോടെ അവൾ ലച്ചുവിനെ നോക്കി. ലച്ചു അവൾ പറഞ്ഞതിന് മറുപടി നൽകാതെ വേഗത്തിൽ നടന്നു. 8 മണിക്കുള്ള ബസ് പോയാൽ പിന്നെ 9 മണിക്കേ ഉള്ളൂ. ഇത്ര കാലത്തെ പോകുന്നത് ഒരു ചുരിദാർ കൂടി തയ്ക്കാൻ കഴിഞ്ഞാൽ അത്രയും ആയല്ലോ. അവളുടെ ഈ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയിട്ട് വർഷം 2 ആയിരിക്കുന്നു. ഞാൻ പോകട്ടെ ചേച്ചി. കവലയിലെത്തിയതും ലൈബ്രറിയുടെ അടുത്തെത്തിയപ്പോൾ വേണി ലച്ചുവിനെ നോക്കി. വേഗം വീട്ടിൽ പോകണേ. ലച്ചു അവളെ നോക്കി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. വേഗം പൊയ്ക്കോളാം ചേച്ചി. പിന്നെ ചേച്ചി. എന്താ മോളെ? വേണിക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് ലച്ചുവിന് തോന്നി. അത് പിന്നെ നന്ദേട്ടൻ. വേണി. നന്ദൻ്റെ പേര് അവൾ പറഞ്ഞതും ലച്ചു കടുപ്പിച്ച് വേണിയെ നോക്കി. പിന്നെ അവളുടെ മുന്നിൽ നിൽക്കാതെ ലച്ചു വേഗം സ്റ്റോപ്പിലേക്ക് നടന്നു. ലച്ചു പോകുന്നത് നോക്കി വേണി നിസ്സഹായതയോടെ നിന്നു. ചേച്ചിയുടെ പ്രണയമാണ് നന്ദേട്ടൻ. എന്നിട്ടും